നമ്മളിന്ന് കാസർഗോഡ് മനസാക്ഷിയേറെ വേദനിപ്പിച്ച റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ തട്ടിപ്പിനിരയായി ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ബി ഫാത്തിമ ഉമ്മയും നസീറും ഉൾപ്പെടെയുള്ളവരുടെ നഷ്ടപ്പെട്ട അവരുടെ സമ്പാദ്യം തിരിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഇടപെടലുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ബി ഫാത്തിമ ഉമ്മ നിങ്ങളെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ഉമ്മ തന്നെ സംസാരിക്കും. ഒരു 28 ലക്ഷം രൂപക്ക് ഒരു വീടെടുത്ത് നൗഷാദ് സത്താർ അറിയുന്ന ആളെന്നാണ് വീട് വാങ്ങിയത്. അത് 20 ലക്ഷം കൊടുത്തു സത്താർ വഴിയായിട്ട് നൗഷാദിൻ്റെ. ഇപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പ്രൂഫില്ല എന്നല്ല പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് 3 മാസമായി ഇത് സംഭവം. 1 മാസത്തോളമായി കറണ്ട് കട്ടാക്കിയിട്ട് എൻ്റെ ഗർഭിണിയായ മോളും ഞാനാണ് ആ വീട്ടിൽ താമസിച്ചത്. പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അവന് വീട് കൂട്ടും, വേറെ വീട്ടിൽ നിന്ന് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ നൗഷാദ്. അതുകൊണ്ട് നമ്മൾ വീട്ടിലെല്ലാം നിന്ന് എൻ്റെ മോള് 7 മാസം ഗർഭിണിയായ മോള് ശരിക്കും ഫുഡൊന്നും കിട്ടാതെ ടെൻഷൻ അടിച്ച് ഇവന് കുറേ പേടിച്ചിട്ട് ഇങ്ങനെ എപ്പം രാത്രി ആകുമ്പോൾക്ക് ഇങ്ങനെ ഉറങ്ങാതെ ഞാൻ ഭീഷണിപ്പെടുത്തി തോക്കുണ്ടെന്നല്ല പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തിനി. അതുകൊണ്ട് ഇപ്പോൾ മോളെ കുഞ്ഞ് 7 മാസത്തിൽ തന്നെ ടെൻഷൻ അടിച്ചിട്ട് ബാറ്റിൽ നിന്ന് തന്നെ മരിച്ചുപോയി. പിന്നെ 7 ദിവസമായത്ര. അപ്പം ഇനി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇനി നമുക്കിത് ഈ നഷ്ടപ്പെട്ട ഇത് ഒന്ന് വാങ്ങിത്തരണം. അതിനാണ് ഞാൻ അടുത്തേക്ക് വന്നത്. അതായത് പിന്നെ കാസർഗോഡ് നായമാറ് മൂലം ബാഫയ്ക്ക് തങ്ങൾ പടിഞ്ഞാറ് മൂലം എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ഒരു വീട് വിൽക്കുന്നുണ്ട് എന്ന് പിന്നെ നമ്മുടെ മൊയ്തു ഇദ്ദേഹം ഈ ഉമ്മയോട് പറയുന്നു. അവിടെ വീട് വിൽക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഉമ്മ മകളുടെ സ്വർണവും പിന്നെ ബന്ധുക്കളോട് പൈസയും കടം വാങ്ങി 5 ലക്ഷം രൂപ കൊടുക്കുന്നു ഈ വീടിന്. 5 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഉമ്മാനോട് ആ കുര കുടിയാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് സമ്മതിക്കുന്നു. പോയി ആ കുര കുടിയാകുമ്പോഴാണ് കൊറോണയുടെ ആദ്യഘട്ടം ഭയങ്കര ശക്തമായി വരുന്ന സമയമാണ്. അപ്പോൾ എഗ്രിമെൻ്റ് ഉമ്മ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഈ കൊറോണയുടെ സമയത്ത് സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ കഴിയില്ല, ഒപ്പിടാൻ കഴിയില്ല പിന്നെ എന്ന് ന്യായമാണ് അവർ പറഞ്ഞു. അപ്പോൾ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ താമസം ആരംഭിച്ചു. 5 ലക്ഷം രൂപ കൊടുത്തു വീട്ടിൽ താമസം ആരംഭിച്ചു. ആ താമസം ആരംഭിച്ചപ്പോൾ എന്ത് ചെയ്ത് 15 ലക്ഷം രൂപ കൂടി ഉമ്മ അവർക്ക് കൊടുക്കുകയാണ്. കാരണം അവരുടെ വീട്ടിൽ താമസമുണ്ടല്ലോ, താമസിക്കാൻ സൗകര്യം തന്നു, വീട് വിട്ടു കൊടുത്തു. അപ്പോൾ 15 ലക്ഷം രൂപ കൂടി കൊടുക്കണം. അപ്പോൾ 20 ലക്ഷം രൂപയായി. അപ്പോൾ അതിന് പിന്നെ മറ്റൊരു വീട്ടിൽ നിന്നാണ് കറണ്ട് ലൂപ്പ് കണക്ഷൻ എടുത്തിരുന്നത്. ഇതിന് കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊറോണ ഒക്കെ കഴിഞ്ഞ് ബാക്കി പൈസ കൂടി ഞാൻ തരാം, പിന്നെ എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് എന്താണ് പറയുന്നത്, നിങ്ങൾ ഈ 20 ലക്ഷം രൂപ തന്നതിന് തെളിവെന്ത് എന്ന് ചോദിക്കുന്നു. കാരണം നിങ്ങളിപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇറങ്ങണം എന്ന് പറഞ്ഞത് മാത്രമല്ല കറണ്ട് കണക്ഷൻ കട്ട് ചെയ്തു. അപ്പോൾ അവർ ഇരുട്ടത്തായിട്ടാകുമ്പോൾ പിന്നെ ഇവർ പിന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് അവിടെ വെച്ച്. കാരണം പിന്നെ ഗർഭിണിയായൊരു മകൾ അവിടെയുണ്ട്, ഇരുട്ടത്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല, ഒരു ചെറിയൊരു കുഞ്ഞ് അവിടെയുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പിന്നെ ഇവർ ഈ ടീമോടെ പോയിട്ട് ജനലിൽ കൂടിയിട്ട് അവർ ഭീഷണിപ്പെടുത്തലും ഇപ്പം തന്നെ ഇറങ്ങണം, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെ അത് ചെയ്യും ഇത് ചെയ്യും, ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഇവർക്കാകെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവരെ മരുവും ഗൾഫിൽ പോയിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു വലിയൊരു പ്രശ്നം ഇതിൻ്റെ പുറകിലുണ്ടായി. അങ്ങനെ അവരെല്ലാ വാതിലുകളും മുട്ടി, എല്ലാ സ്ഥലങ്ങളിലും അവർ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി, എല്ലാ സ്ഥലത്തും പോയി. അത് ശക്തമായ ഭീഷണിയാണ്. കാരണം ഇവരവിടെ നിന്ന് ഇറങ്ങണം, എന്നുള്ള ഭീഷണിയാണ് ഇവർ നേരിടുന്നത്. നൗഷാദിൻ്റെ നേരിട്ടില്ല, സത്താറാണ് ഈ വീടെല്ലാം കെട്ടിക്കുന്ന. 3 വർഷമായിട്ട് നൗഷാദിൻ്റെ സ്ഥലത്ത് സത്താർ വീട് കെട്ടിക്കുന്നു. രണ്ടാറും പാർട്ട്ണർ. അപ്പോൾ മൊയ്തു പറയുന്ന ഇത് മൊയ്തു, അതായത് എൻ്റെ മരുവൻ്റെ ജ്യേഷ്ഠനാണ്. അതാണ് ഈ വീട് നമുക്ക് കാണിക്കുന്നത്. സത്താറിനെ എനിക്കറിയാം, വീട് വിൽക്കുന്ന അങ്ങനെയെല്ലാം അറിയാം.
അപ്പോൾ ആ കാര്യമെല്ലാം ഇവർക്കെല്ലാം അറിയുമെന്നെല്ലാം അറിഞ്ഞിട്ടാണ് ഇവർ സത്താറിൻ്റെ കയ്യിൽ മൊയ്തൂൻ സാക്ഷിയായിട്ട് പൈസ 5 ലക്ഷം ആദ്യം എൻ്റെ മകളെ ഭർത്താവ് കൊടുക്കുന്നു. അത് ഇവർ രണ്ടാളും കൂടി നൗഷാദിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ട് കൊടുക്കുന്നത് മൊയ്തു അവർ കൊടുക്കുന്നത്. അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരല്ലേ കൊടുക്കുന്നത്. ഇതെല്ലാം ഇതും ഞങ്ങൾ നേരിട്ട് കൊടുത്തല്ല, ഇവർ പേപ്പറെല്ലാം ശരിയാക്കി തരും എന്നുള്ളതിൽ നമുക്കറിയാത്തതുകൊണ്ട് അവിടെ കൊടുക്കുന്നു. 5 കൊടുത്ത ഉടനെ സത്താറ് ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡോറിട്ട് തന്നു. പിന്നെ കുറച്ച് പണിയുണ്ടായിനി. ആ പണിയെല്ലാം ചെയ്തു തരാൻ ഈ മൊയ്തോട് നൗഷാദ് പറയുന്നു ഇതെൻ്റെ പാർട്ട്ണർ സത്താറെന്ന്. അപ്പോൾ നമുക്കെല്ലാം ചെയ്തു തരുന്നു സത്താറാണ്. 4 ദിവസം കഴിയുമ്പോൾ ഡോറിൻ്റെ കൂട്ടിയിട്ട് ചാവി തന്ന് എൻ്റെ കയ്യിൽ തന്നെ തന്ന് മരിയോൻ്റെ 3 ചാവി 2 മരിയോൻ്റെ 1 തന്നു. ഞാൻ അതിൻ്റെ കുറച്ച് പണി ഉള്ളിലെല്ലാം ഞാൻ എടുക്കുന്നത്, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പണിയെല്ലാം എടുക്കും. ഞാൻ മാടെ തന്നെ ലാസ്റ്റ് ഒരു 20 ദിവസത്തിൻ്റെ ഉള്ളിൽ ബാക്കി പൈസ തന്നിട്ടാകുമ്പോൾ എഗ്രിമെൻ്റ് ആക്കിയാൽ പോരെ. 5 ലക്ഷത്തിനാക്കിയിട്ട് പിന്നെ മറിക്കണ്ടേ. അങ്ങനെയാണ് ആദ്യത്തെ ഇത്. 5 ലക്ഷം കൊടുക്കുമ്പോൾ എഗ്രിമെൻ്റ് തരാത്തത് അങ്ങനെ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പണി ചെയ്ത് തരാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്ത് എഗ്രിമെൻ്റ് തന്നാൽ മതി തരാമെന്ന് അങ്ങനെ പറഞ്ഞു. അതേപോലെ തന്നെ സെപ്റ്റംബർ 18 5 ലക്ഷം കൊടുക്കുന്നു. ഒക്ടോബർ 9 ആകുമ്പോൾക്ക് ഫുള്ള് പണിയെല്ലാം ഫിനിഷായി. ഞമ്മ വന്നുകൊണ്ടുണ്ട് അവിടെ എല്ലാം ഓരോ പണി കഴിഞ്ഞ്. അതിൻ്റെ ശേഷമാണ് ഈ പൈസ ബാക്കി 15 ലക്ഷം സത്താറിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. മൊയ്തു പറഞ്ഞ പ്രകാരം മൊയ്തു ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ ഓന് അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്ത് സത്താറ് കൊടുത്തതുകൊണ്ടല്ലേ ഈ നൗഷാദിൻ്റെ വീട് നമുക്ക് താമസിക്കാൻ കിട്ടുന്നു. നൗഷാദിൻ്റെ സ്ഥലത്തുള്ള വീട് സത്താറ് പൈസ കൊടുത്തിരുന്നുള്ളത് ഉറപ്പതാണ്. പിന്നെ വ്യത്യാസം എഗ്രിമെൻ്റ് തരാം, ആധാർ കാർഡും കൊണ്ട് വാന്ന് പറഞ്ഞു. നമ്മൾ പൈസ കൊടുക്കുന്നതെന്ന് തന്നെ ഇവർക്കെല്ലാം കുറേ മുതലുണ്ടല്ലോ. നമ്മൾ ഇപ്പം തന്നെ നാളെ രാവിലെ തരാമെന്ന് ആടുന്ന് ഓരോ ദിവസം കൂടുന്തോറും പിന്നെ ഇതിപ്പോൾ അനീസ് അബ്ദുല്ല എന്ന ആളും സാജിദ അറിയുന്ന ആളെയാണ് ഈ സ്ഥലത്തിൻ്റെ ഓണർ. അനീസ് അബ്ദുല്ല സ്ഥലത്തില്ല തരാന്നുള്ള നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നു സത്താറ് വന്നിട്ട്. അനീസ് അബ്ദുല്ല വീട്ടിൽ എത്തിയപാട് നിങ്ങൾക്ക് തരാമെന്ന്. പിന്നെ സാജിദ എന്ന് പറയുന്ന ആൾ അവർക്ക് അടുത്തേക്ക് ഒപ്പിടാൻ പോകാൻ. അപ്പോൾ ആ സമയത്ത് ക്വാറൻറ്റൈനിലുണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു കൊറോണ ടൈം ആ വീട്ടിൻ്റെ പരിസരത്ത് പോയിക്കൂടാ. അപ്പോൾ ഒപ്പ് കിട്ടാതെ അതുകൊണ്ടാണ് തരാത്തതെന്ന്. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ച വരെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ സത്താറിൻ്റെ മകളെ കല്യാണമായിരുന്നു ജനുവരി. അപ്പോൾ സത്താർ എന്ത് നൗഷാദോട് പോയിട്ട് ഇനി ചോദിക്കുന്നുണ്ട് എഗ്രിമെൻറ്റിന്. അപ്പം നൗഷാദ് വരുന്നു നമ്മളടുത്തേക്ക് ശരിയായ ഓണർ. നമുക്ക് നമ്മൾ ഉദ്ഘാടനമായിട്ട് വീട് ഉദ്ഘാടനമായിട്ട് ഒരു മാസം ആയില്ലേ. വന്നിട്ടായിട്ട് നല്ല ഒരു രീതിയിൽ നീ വേഗം പൈസയാക്കി നിങ്ങൾക്ക് 8 മാസത്തെ അവധി തന്നെ വേഗമായിട്ട് ആധാരാക്കാന്നുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ആദ്യം തന്നെ നൗഷാദ് എൻ്റെ മോളെ ഭർത്താവിൻ്റെ അടുത്ത് ഞമ്മൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് തന്നെ എനിക്ക് പൈസ കിട്ടിയിട്ട് അങ്ങനത്തെ ഒന്നുമല്ല, എന്നെ 8 ലക്ഷം രൂപ ആക്കി തന്നാൽ ആധാരാക്കി തരാം. കാരണം ഓനെ എങ്ങനെ ഈ നൗഷാദ് ഒക്കെ കൂട്ടിയെന്ന് നമുക്ക് അറിയും. പേപ്പർ നിങ്ങൾ ചോദിക്കുമ്പോൾ പേപ്പറില്ല. ഓനാടെ 2 കോടിൻ്റെ പുരയുണ്ട്. 61 സെൻറ്റ് സ്ഥലത്ത് ഓരോ പുര 40 ലക്ഷം അങ്ങനത്തെ വീട്. അതിൻ്റെ ഓണറാണ് നമ്മളോട് വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയെല്ലാം ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് അവിടെ ജിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കൊളയത്തെടുക്കൊണ്ട് ഇനി 2 തുടങ്ങുന്നുണ്ട്. നീ ബിസിനസ്സിന് കൂടുന്ന എൻ്റെ മൈരിയോനോട് പറയുന്നത് ഓനാറിനാ വിശ്വസിച്ചത്. അപ്പോൾ ഇത്രയും വലിയ ഒരാൾ നമ്മൾ ഈ സ്വർണം വിറ്റ പൈസ അങ്ങനെയാണ് ഓന് ഇത് കൊടുക്കാതെ നിന്നത്. അങ്ങനെ 6 മാസം വരെ എൻ്റെ മോളെ ഭർത്താവും ഞമ്മ അടയുണ്ട്. മോളെ ഭർത്താവ് ഏപ്രിൽ 15 പോയിന് 16-ാമത്തെ ദിവസം രാവിലെ വന്നിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഗർഭിണിയായ മോളെ ബെല്ലടിച്ച് നോക്കുമ്പോൾ ഓന് എപ്പോഴും അതിനെ കാണുന്നില്ലേ. മോളെ ഫോണിൽ വിളിച്ചുകൊണ്ടുണ്ട്, മരിയോൻ്റെ ഫോണിലില്ലായിട്ട്. ഓന് നല്ല വിധിയിൽ വീട് ഇറങ്ങണമെന്ന് മോൾക്ക് എന്തെല്ലാമായി വീട് ഇറങ്ങണം. കുറച്ച് ദിവസം മുമ്പേ ഓന് വന്നിട്ട് നേരെ ഉണ്ടല്ലേ. അപ്പോൾ എന്തിന് വീടിറങ്ങുന്നത്? പൈസ തന്നിട്ട് പ്രൂഫ് കാണിക്ക്. ജനറൽ ചോദിക്കുന്നത് പ്രൂഫ് കാണിക്ക്. പോലീസിനെ കൊടുത്തിട്ട് പുറത്ത് ഇറക്കും ഞങ്ങൾ. അപ്പോൾ അവൾ വെച്ച് കരഞ്ഞിട്ട് എന്നെ വിളിച്ച് മൊയ്തൂനെ വിളിച്ച് ഇങ്ങനെയെന്ന് ഇവർ സത്താറും 3 ആൾ വന്നിട്ടാകുമ്പോൾ ഇവർ ഞങ്ങൾ പോയിട്ട് പറഞ്ഞിട്ട് ശരിയാക്കാന്നുള്ളത് ഇവർ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ മുമ്പിലൊരു ലീസിന് വീട്ടിൽ ഓനെ ആളെ ആക്കിന് കുറച്ച് പെണ്ണുങ്ങളെ. അവർ വന്നിട്ടാണ് ഈ പറയുന്നത് ഓനക്ക് നിങ്ങൾ വിചാരിച്ച പോലത്തെ ആളൊന്നുമല്ല, ഓൻ്റെ തോക്കുണ്ട്. നിങ്ങളിപ്പോൾ ആരും ഇല്ലാതെ ആണുമക്കളില്ല, എനിക്ക് 2 പെണ്ണാന്ന്, ആണുമക്കളില്ല. അപ്പോൾ നിങ്ങൾക്ക് പേടിയാന്നില്ലേന്ന് തോക്ക് ഞമ്മ എന്തിനു പേടിക്കുന്നു, മരണം ഒരിക്കലല്ലേ. പിന്നെ പറഞ്ഞ് ഓൻ്റെ എല്ലാ കയ്യിൽ പോലീസ് ഓൻ്റെ കയ്യിൽ തന്നെയാണ്.
പേടിപ്പിക്കുന്ന ആദ്യം ഓന് മറ്റോരെയാണ് പേടിപ്പിക്കാൻ അയച്ചത്. അപ്പോൾ ഇതിനൊന്നും ഞമ്മ ഇങ്ങനെ ഇല്ലാന്ന് പുറത്തിറങ്ങിയില്ല എന്നുള്ള നിങ്ങൾ പുറത്തിറക്കണം പേടിച്ചിട്ട്. പിന്നെ ഓന് വീട് കൂട്ടാനുണ്ട് ഓൻ്റെ പ്ലാന് തോന്നുന്നു ഇങ്ങനെ പറയുമ്പോൾ. ഇതൊന്നും ഞാൻ എന്തിന് ഞമ്മ പൈസ കൊടുത്തല്ലേ ഇറങ്ങുന്നില്ല. പിന്നെ അതോന് ഏകദേശം ഒരു 5:30 മണിക്ക് വന്നിട്ട് കറണ്ട് കട്ടാക്കുന്നു. അത് നോമ്പ് 17-ൻ്റെ കട്ടാക്കുന്നത്. കട്ടാക്കിയിട്ട് മറ്റേ വീട്ടിൽ വിളിച്ചായിരുന്നു കറണ്ട് കട്ടാക്കിന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ട. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ അറിയുന്ന ഒരാളോട് പറഞ്ഞിട്ടാകുമ്പോൾ ആൾ പറഞ്ഞ് നോമ്പിന് നീ അങ്ങനെ ചെയ്യല്ല, പെരുന്നാൾ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നുള്ള രീതിയിൽ കറണ്ട് ഇട്ട്. പിന്നെ പെരുന്നാളിൻ്റെ ദിവസമാണ് നാളെ രാവിലെ പോലീസ് വനിതാ പോലീസെല്ലാം വന്നിട്ട് നിങ്ങളെ ചവിട്ടി പുറത്തിറക്കും, നിങ്ങൾക്ക് ഇഞ്ഞോളണം എന്ന് അപ്പുറത്തെ വീട്ടുകാരോട് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ യോനി ഒരാളെയും കൊണ്ട് വന്നു. ആളാരും അറിയില്ല, യോനെ അറിയും. മുടിയെല്ലാം വലിയ ആളെല്ലാം കൊണ്ട് ഗേറ്റിൻ്റെ അടുത്ത് തട്ടിയിട്ട് എന്ത് തീരുമാനിച്ച് ഇറങ്ങുന്നില്ലെന്ന് വെച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തന്നല്ലേ, അതിൻ്റെ ആളുണ്ടല്ലോ ഇവർ രണ്ടാളല്ലേ സത്താറും മൊയ്തും തന്ന്, അതൊന്നും എനിക്കറിയണ്ടായിരുന്നു. ടോണി ശരിക്കും ഗേറ്റ് തുറന്ന് വരുമ്പോൾ എനിക്ക് നല്ല പേടിയായി. എന്നാലും ഞാൻ എന്താക്കിയിരുന്നെങ്കിൽ നിങ്ങൾ അടുത്തേക്ക് ബേദെന്ന് വെച്ചിട്ട് ഞാൻ കത്തിയെടുത്ത്. സത്യമാണിത്. 6 മാസം താമസിച്ച ശേഷം പൈസ പ്രൂഫ് കൊടുത്ത് വെച്ചുകൊണ്ട് വരുന്നത്. കത്തിയെടുക്കുമ്പോൾ പായുന്ന വീഡിയോ മോളെടുത്തിന് പാഞ്ഞിനി മറ്റപ്പുറം ഒക്കെ വന്നാലും പാഞ്ഞു. ഞാൻ ഒരു ധൈര്യം ഇതാക്കി തന്നെ 20 ലക്ഷം കൊടുത്തിട്ട് ഓന് പ്രൂഫ് ഇല്ലാറിഞ്ഞിട്ട് വന്ന്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു പ്രൂഫ് ഉണ്ടാന്ന്. ഓനപ്പോൾ 6 മാസം ഈ പ്രൂഫ് ഇല്ലെങ്കിൽ 6 മാസം ഓൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? അത് എല്ലാവരും പോകുന്നവർ അവർക്ക് മക്കളുണ്ടാ ഇല്ല, പിന്നെ ആരുണ്ടത് ഇടയെന്ന് ഞങ്ങൾ മാത്രം ഉണ്ട് എന്ന് പറയുമ്പോൾ ഓന് ഇത് ഇങ്ങനത്തെ പണി ചെയ്തത്. അങ്ങനെ കറണ്ടില്ലാതെ നമ്മൾ ഇതായി. പിന്നെ ഓന് കറണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കറണ്ട് KCBൻ്റെ ആൾ തന്നെ വന്നിട്ട് 4 വീട്ടിലേക്ക് ഓന് ലൂപ്പ് എടുത്തിട്ടുണ്ടായത് പണി ചെയ്യുന്നേറിഞ്ഞിട്ട് അത് എടുത്തിട്ട് വിട്ടാക്കി. പിന്നെ 1 മാസം ഇത് കറണ്ടില്ലാതെ ആയി. അതിൻ്റെ ഇടയിൽ ഇതാണ് ഇങ്ങനെ പറയുന്നത് വീടർക്കും എല്ലാം ഇതന്നെ പേടിപ്പിക്കുന്നത്. നിങ്ങൾ ഇറങ്ങാതെ അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ തരാതെ നിന്നത് ഓന് അതുവരെ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ പോയത്. എല്ലായിടത്തും കൊടുത്തിട്ട് പരാതി. അവർക്ക് ഓൻ്റെ മനസ്സിലായി. ഓനോട് പറഞ്ഞ് ഇത് നീ എന്ത് ഓന് പറയുന്ന പ്രൂഫ് കൊടുത്തുന്ന്. അപ്പോൾ സാറ് പറഞ്ഞ് സദാനന്ദ സാറ് പറഞ്ഞ് എല്ലാത്തിനും പ്രൂഫ് ഉണ്ടായില്ല, സാഹചര്യം തെളിവ് വെച്ചിട്ട് നീ 6 മാസം അവർ താമസിക്കോളം നിനക്ക് അറിഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ആളുണ്ടെന്ന്. അപ്പം പറയുന്നത് 6 മാസം വരെ ഓൻ ആ വീട്ടിലേക്ക് വന്നിട്ടാ ഞങ്ങൾക്ക് തിരക്കായിരുന്നു എന്ന്. ഞാൻ കോടതിക്ക് പോന്ന് പ്രൂഫ് കൊടുത്തുന്ന്. ഓനി ഒരു പ്രൂഫ് മാത്രം പറഞ്ഞേ. അപ്പോൾ ഒരു പ്രൂഫ് ഇല്ലെങ്കിൽ ഒരു സാഹചര്യം തെളിവില്ലേ? നമ്മളിപ്പോൾ 6 മാസം ഒരാളെ വീട്ടിൽ നമുക്ക് വന്നിട്ട് ഇരിക്കാൻ പറ്റുമോ? അത് ഓനറിഞ്ഞ് സത്താറ് ഓനിക്ക് പൈസ കൊടുത്തിട്ടെങ്കിൽ ഈ വീട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ 6 മാസം? അപ്പോൾ ഓന് മുമ്പ് വന്നിട്ട് പരാതി കൊടുക്കണ്ടേ സത്താറിൻ്റെ പേരിലും ഞങ്ങളെ പേരിലും. ഇതാ ഞാൻ അറിയാതെ വീട് ഇങ്ങനെ അവർ കൂടിയിട്ടുണ്ട് എന്ന് ഒരു പരാതി ഒന്ന് കൊടുത്തിട്ടാ പെണ്ണുങ്ങളെ പേടിപ്പിച്ചിട്ട് പുറത്തിറക്കിയിട്ട് വേറൊരു വീട്ടിലത്തെ പെണ്ണിനെ ഇറക്കിയ പോലെ നമ്മളെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഇതുപോലെ ആക്കിയത്. അങ്ങനെ തോന്നുന്നു എൻ്റെ കയ്യിൽ. അത് ബാപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് അനീസ് അബ്ദുല്ല. സാജിദ പറഞ്ഞ ജ്യേഷ്ഠൻ്റെ ഭാര്യ. അതായത് ഈ അനീസ് അബ്ദുല്ലാൻ്റെ ഉമ്മ അല്ല, വേറെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. കുടുംബക്കാർ തന്നെ. ഇത് രണ്ടാമത്തെ ആളാണ് ഇയാൾ പൈസ വേറെ തോപ്പിച്ചിട്ടുണ്ട്. നസീർ മേൽപ്പുറം ഇതേപോലെ ഇതേപോലെ ചെറുക്കാലത്തെ ഒരു ഹക്കീം എന്ന് പറയുന്ന ഒരു ബ്രോക്കറാണ് എനിക്ക് ഇങ്ങനെ ഒരു വീടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് നോക്കുന്നത്. അപ്പോൾ ഹക്കീം ഈ സത്താർ എന്ന വ്യക്തിയാണ് എനിക്ക് പരിചയപ്പെടുന്നത്. അത് ഒരേ ഫ്ലോട്ടിൽ ഒരു 6 വീടെന്തോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആടെ കിടക്കുന്ന ഒരു ആദ്യത്തെ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് 40 ലക്ഷത്തിന് കച്ചവടം ഉറപ്പിക്കുന്നു. അങ്ങനെ പിന്നെ കച്ചവടം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഈ സത്താറും ഹക്കീം പിന്നെ ഇവിടെ ചൂരിയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ നൗഷാദ് എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് സത്താർ ആടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആടുന്ന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു ഓൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച്. അത് പേര് ജിയ സൂപ്പർ മാർക്കറ്റ്, ജിയ ചൂരി. അങ്ങനെ പിന്നെ 2 വീടായിട്ട് ഞാൻ 10.5 ലക്ഷം ക്യാഷ് കൊടുക്കുന്നു. പിന്നെ സത്താറിൻ്റെയും നൗഷാദിൻ്റെയും ആയിട്ട് കൊടുക്കുന്നതാണ്. 10 കൊടുത്തതിന് ശേഷം പിന്നെ വീടിൻ്റെ ചാവി എനിക്ക് തരുന്നു.
ഒരു എഗ്രിമെൻറ്റും എനിക്ക് തരുന്നു, എഗ്രിമെൻ്റ് ആക്കി തരുന്നത്. അതിനുശേഷം പിന്നെ 80% വീടിൻ്റെ പണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പണി ഇവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു, നിങ്ങൾ കൂടി കൂടുമ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പണിയെടുക്കാതെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള പണി പൂർത്തീകരിച്ചിരുന്നില്ല. അപ്പോൾ എന്നോട് ഈ സത്താർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ് എൻ്റെ കാശ് കുറച്ച് കുറവാണ്, ബാക്കിയുള്ള പണി കൂടി നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം എന്നെ കൊണ്ട് വീടിൻ്റെ പണി എടുപ്പിക്കുന്നു സത്താർ എന്ന് പറഞ്ഞ വ്യക്തി. പിന്നെ അത് 10 ശേഷം പിന്നെ 2 ലക്ഷം ക്യാഷും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ക്യാഷ് വാങ്ങിയിട്ട് പിന്നെ എഗ്രിമെൻറ്റിന് ചോദിക്കുമ്പോൾ പിന്നെ ആദ്യം 10 എഗ്രിമെൻ്റ് എൻ്റെ കയ്യിൽ തന്നിരുന്നു. ബാക്കി 14 ആയിട്ടാകുമ്പോൾ പിന്നെ ആ എഗ്രിമെൻറ്റിന് ചോദിക്കുമ്പോൾ ഇവൻ എൻ്റെ നിന്ന് ഈ എഗ്രിമെൻറ്റ് വാങ്ങി. ഞാൻ ടോട്ടലി 14 അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് വാങ്ങി. എഗ്രിമെൻറ്റ് വാങ്ങിയിട്ട് പിന്നെ വീണ്ടും എഗ്രിമെൻറ്റ് ചോദിക്കുമ്പോൾ പിന്നെ കൊടുത്ത എഗ്രിമെൻറ്റും ഇല്ല, വീണ്ടും 14 എഗ്രിമെൻറ്റും തരുന്നില്ല. അതിൻ്റെ ഇടയിൽ ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഞങ്ങൾ എഗ്രിമെൻറ്റ് ചോദിക്കുമ്പോൾ എഗ്രിമെൻറ്റ് തരുന്നില്ല. എഗ്രിമെൻറ്റ് തരാത്തപ്പോൾ ഞങ്ങൾ കുറച്ച് ഇഷ്യൂ ആയി. എഗ്രിമെൻറ്റിന് ഇങ്ങനെ ഇതേപോലെ ചോദിച്ചപ്പോൾ ഇവർ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളിൽ പ്രൂഫ് കാണിക്ക്, നിങ്ങളിൽ പ്രൂഫൊന്നുമില്ല, വീട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികം പറഞ്ഞ് ഞാൻ 14 ലക്ഷം ക്യാഷ് തന്നിട്ടുണ്ട്, വീട് എന്തിനിറങ്ങണം? അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ പോലീസിനെ കൊണ്ടുവരുന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു ജീപ്പ് പോലീസുകാർ വരുന്നു. പോലീസ് വന്നിട്ടായിട്ട് എന്നോട് ചോദിക്കുന്നത് വീടെടുത്തതായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വീടെടുത്തത്. അപ്പോൾ നീ വീടെടുത്തിട്ടുണ്ടെങ്കിൽ നീ വീടെടുത്ത് പ്രൂഫ് കാണിക്കുമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു സാറേ പ്രൂഫ് ഇവർ ആദ്യം തന്ന പ്രൂഫ് വാങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, പ്രൂഫ് ഇല്ലെങ്കിൽ വീട് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാരോട് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇവിടുന്ന് സംസാരിക്കേണ്ട. അപ്പോൾ അയക്കൂടിക്കാരെല്ലാം ഒന്നിങ്ങനെ അയൽവാസികളെല്ലാം കൂടിയ തൊട്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് വരാം. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിദ്യാനഗർ സ്റ്റേഷനിൽ പോയി സംസാരിച്ച്. അങ്ങനെ ആടുന്ന് കുറച്ച് വാക്കും ഇതെല്ലാം ആയപ്പോൾ ഇവർ പറഞ്ഞ് വീട് ഞങ്ങൾ കൊടുക്കില്ല, ഇവർക്ക് വീട് കൊടുക്കുന്നില്ല, പക്ഷെ കാശ് ഞങ്ങളോട് വാങ്ങിയിട്ടുണ്ട്, 14 ലക്ഷം കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അന്നേരം പിന്നെ അവിടുത്തെ SCയും അവരെല്ലാം കൂടിയിട്ട് എന്നോട് ചാവി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വീടിൻ്റെ. ഞാൻ പറഞ്ഞു ചാവി ഞാൻ കൊടുക്കില്ല, എൻ്റെ കാശ് തന്നാൽ ഞാൻ വീട് ഇറങ്ങി കൊടുക്കാം. അങ്ങനെ പിന്നെ അവിടെ നിന്നൊരു പോലീസുകാർ ഒരു അവിടുത്തെ റൈറ്റർ എനിക്കൊരു ലെറ്റർ ഉണ്ടാക്കി തരുന്നു അവരെ മുമ്പിൽ വെച്ചിട്ട്. ഇവർ കാശ് വാങ്ങിയെന്നുള്ളതിന് തെളിവില്ലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ കാശ് അവർ സമ്മതിക്കുന്നുണ്ട്, കാശ് വാങ്ങി തരണം. ആ കുറച്ച് ഇഷ്യൂ ആയതിന് ശേഷം അവർ സമ്മതിച്ചത്. എന്നിട്ട് അവരൊരു ലെറ്റർ ഉണ്ടാക്കി തന്നു എനിക്ക് പോലീസുകാരുടെ നിന്ന്. എന്നിട്ട് ഇവർ പറഞ്ഞ് 4 മാസത്തിനകം എൻ്റെ 14 ലക്ഷം കാശ് എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവരവിടുന്ന് പോലീസുകാർ തന്ന ലെറ്ററും കൊണ്ട് ഞങ്ങൾ മടങ്ങിയായിരുന്നു. പക്ഷെ താമസം ഞങ്ങൾ വീടിൻ്റെ ഉള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് കോവിഡായിട്ട് ഞാൻ ഹെൽത്ത് സെൻ്ററിൽ പരവനെടുക്കാൻ ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവർ അതേ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൊണ്ടുവന്നിട്ട് ആ വീടിൻ്റെ ഞാൻ ചാവി കൊടുത്തിട്ടില്ലല്ലോ, വീടിൻ്റെ പൂട്ട് പൊളിച്ചിട്ട് പോലീസുകാരടക്കം പോലീസ് തന്നെ പൂട്ട് പൊളിച്ചിന്. ഈ സത്താർ നൗഷാദ് ഇവരെല്ലാം വന്നിട്ട് വീടിൻ്റെ പൂട്ട് പൊളിച്ചിട്ട് സാധനമെല്ലാം പുറത്തിട്ടിട്ട് വേറെ പൂട്ട് വെച്ചിട്ട് ഇവർ പോയി. ഞാൻ പിന്നെ 1 മാസം കോവിഡായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ വീട് പോയപ്പോൾ വീട് പിന്നെ വേറെ പൂട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചൂരി ഇവൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളല്ല പൊളിച്ചത്, പോലീസുകാർ പൊളിച്ചത്. ഞാൻ അവരോട് പറയും. ഞാൻ പറഞ്ഞപ്പോൾ എഗ്രിമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. ഈ ലെറ്റർ ഉണ്ടാക്കിയിരുന്നു, അത് വെച്ചിട്ട് ഒരു എഗ്രിമെൻ്റ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ആ എഗ്രിമെൻറ്റ് ചോദിക്കുമ്പോൾ അതും തന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ കുറേ പ്രാവശ്യം പോയി. പിന്നെ വീടും പിന്നെ വിദ്യാനഗർ സ്റ്റേഷനിൽ പോയിട്ടാകുമ്പോൾ പോലീസുകാർ എനിക്ക് എതിരെ വാദിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ മത്തി കച്ചവടം ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കാനൊന്നും പറ്റിയില്ല, നിങ്ങൾ ഓൻ്റെ വീട്ടിൽ പോയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ 100 പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പക്ഷെ എനിക്കെതിരെ വാദിക്കാം, നാടിനാണ് നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് പിന്നെ നിങ്ങളല്ലേ ഒരു ലെറ്റർ ഉണ്ടാക്കി തന്നത്, കാശ് വാങ്ങി എന്നുള്ളതിനെ തെളിവ്. അങ്ങനെ അവർ പറഞ്ഞു അതിനൊരു വാല്യൂ ഒന്നുമില്ല, നിങ്ങൾ പോയിട്ട് എൻ്റെ വീട്ടിൽ ഇതാക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവന് വേറെ ആൾക്ക് ആ വീട് വിറ്റ് 40 ലക്ഷത്തിന് ഒരാൾക്ക് വീട് വിറ്റ്. ഞാനെടുത്ത വീട് വിറ്റിട്ട് കുറച്ച് 15 ലക്ഷം എന്തോ അവനിൽ നിന്ന് വാങ്ങിയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പ്രശ്നം അറിഞ്ഞ തൊട്ട് അയാൾക്ക് ഈ വീട് വേണ്ടാന്ന് പറയുമ്പോൾ ഓൻ്റെ 5 ലക്ഷം കട്ടാക്കിയിട്ടാണ് പിന്നെ അവന് കൊടുത്തത്. ബാക്കി പൈസ 5 ലക്ഷം ഓൻ്റെ നിന്ന് അടിച്ച്. അതിനുശേഷം ഇപ്പോൾ ആ വീട് വേറൊരാൾക്ക് ഇപ്പോൾ വിറ്റ് അവർക്ക് ഇപ്പോൾ ആധാരമാക്കി കൊടുത്തു. ഇങ്ങനെ ഇഷ്യൂ അറിഞ്ഞ തൊട്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ
അറിഞ്ഞിട്ട് കുടിച്ചിട്ട് ആധാരാക്കിച്ചതാണ്. ഒരു ഓ രാഷ്ട്രീയക്കാരും ഇടപെട്ടതായിട്ട് ഇല്ല, അറിയില്ല. അതെ, അതാണ് ചോദ്യം. അതായത് എനിക്ക് അറിയാൻ പറ്റിയത് പോലീസിന് ഇത് പോലീസെല്ലാം അവൻ്റെ കയ്യിലാണ് എന്ന് വെച്ചെങ്കിൽ കാശ് കൊടുത്തെങ്കിൽ എന്നുള്ള ഒരു ഇതാണ് ഇതാക്കിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് പ്രാവശ്യം പിന്നെ സൂപ്പർ മാർക്കറ്റും സത്താറിൻ്റെ വീട്ടിലെല്ലാം പോയപ്പോൾ പ്രശ്നമാക്കിയിട്ടുണ്ട്. സത്താറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആദ്യം നേരം ഞാൻ സംസാരിച്ചിട്ട് വന്ന്, പിന്നെ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് ഇനി എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. അവരെ വീട്ടിൽ പോലീസുകാർ പറഞ്ഞ് നിങ്ങൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഇരിക്കുന്നു. അതിനുശേഷമാണ് ഇവരെ ഒരു ഇത് സംഭവിക്കുന്നത്. സെയിം അത് ഞങ്ങളെ പുറത്താക്കിയ പോലെ തന്നെ ഇവരെ വീട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയിട്ടുണ്ട്. ആളെയും കൂട്ടിയിട്ട് ഇവൻ്റെ സ്റ്റൈൽ അതാണ്, പോലീസിനും കൊണ്ട് പോകുന്നത്, പിന്നെ ആളെയും കൂട്ടിയിട്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ വീട് ആളില്ലാത്ത സമയത്താണ് ഇങ്ങനെ പൂട്ടെല്ലാം പൊളിച്ച് ഇതാക്കിയത്. പക്ഷേ ഇവർ ഇങ്ങനെ പിടിച്ച് നിന്നോട്ട് ഇവരെ വീട് ഇപ്പം അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അവന് കറണ്ടെല്ലാം കട്ടാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം എങ്ങനെ നൗഷാദിന് പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്തോ ഒരു ഗോൾഡ് തട്ടിപ്പായിട്ട് ഒരു കേസ് നടക്കുന്നുണ്ടാന്ന് എനിക്ക് ഇല്ല, ഇങ്ങനെ പറഞ്ഞത് കേട്ടാണ്. ഒരു കേസ് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, വലിയൊരു തട്ടിപ്പ് കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പോലീസ് സ്റ്റേഷൻ തന്നെ ഈ നൗഷാദോട് ഞങ്ങളിപ്പോൾ മിനിയാന്ന് CIക്ക് എല്ലായിടത്തും കംപ്ലയിൻറ്റ് എടുത്തിട്ട് പിന്നെ വിദ്യാനഗർ CI വിളിപ്പിച്ചിരുന്നു ഞങ്ങളെല്ലാവരും. ആ സമയത്ത് ഞങ്ങൾ അന്നാണ് ഈ ഇവരെ മോളെ കുട്ടി മരിക്കുന്നത്. ഞങ്ങളോട് 10 മണിക്ക് രാവിലെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും 10 മണിക്ക് പോയി. ഈ നൗഷാദ് വരുമ്പോൾ 1 മണിയായി. ഞങ്ങൾ 1 മണി വരെ വെയിറ്റ് ചെയ്തു, ഇവൻ വന്നില്ല. അപ്പോൾ മോളെ ഒറ്റ കളിക്കിട്ട് വന്നതാണ് ഇവർ, കറണ്ട് ഇല്ലാത്ത വീട്ടിൽ. അങ്ങനെ പെട്ടെന്ന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ വന്നിട്ട് ഇവർ പോയി. അങ്ങനെ 1 മണിക്ക് ശേഷം നൗഷാദ് വന്നിട്ടായിട്ട് പിന്നെ ഓന് ഒറ്റ പ്രൂഫ് കാണിക്കാൻ പറയും അവരോട്. CIയോടും പറഞ്ഞത് പ്രൂഫ് കാണിക്കാൻ പറയും. അപ്പോൾ CI അവരോട് പറഞ്ഞു, നിൻ്റെ കേസ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഒരു ഗോൾഡിൻ്റെ കേസ് നടക്കുന്നുണ്ട്. CI അവർ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞിട്ടാകുമ്പോൾ അതെല്ലാം CBI അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പോലീസുകാർ എനിക്ക് തന്ന ഈ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അത് കൊണ്ടിട്ട് കാണിച്ചിട്ടാണ് പറഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അതിങ്ങനെ ഒരു എഴുതുന്നതാണ് അവരെ മുമ്പിൽ സമ്മതിച്ചിട്ട്. പക്ഷെ അത് അതിൽ നൗഷാദ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് നൗഷാദ് ഒപ്പുവെച്ചതാണ്. ഇത് എല്ലാവരുടെ മുമ്പ് പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഒപ്പുവെച്ചതാണ്. എന്നിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പ്രശ്നമാക്കി. കാരണം ഞാൻ അത്ര പ്രശ്നത്തിലാണുള്ളത്. കാരണം എനിക്ക് കടങ്ങളും ഇതെല്ലാം ആക്കിയിട്ട് ഞാൻ ആടുന്നോണ്ടാക്കി തിരിച്ച് കൊടുത്ത കാശാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നമാക്കുമ്പോൾ ഒരു 5 ലക്ഷം അത് വീട് വിറ്റെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവന് 4 മാസത്തിൽ തരാമെന്ന് പറഞ്ഞ ക്യാഷ് 9 മാസമായി. ഇവന് വീട് വിറ്റത് അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പ്രശ്നമാക്കുമ്പോൾ ഒരു 5 ലക്ഷം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തവന്. ബാക്കി ക്യാഷ് നോക്കുമ്പോൾ അതെനിക്കറിയില്ല, അവനോട് ചോദിച്ചോ, സത്താറോട് ചോദിച്ചോ. സത്താറോട് ചോദിക്കുമ്പോൾ പറഞ്ഞ് അവനോട് വാങ്ങിക്കുമോ. 2 മണിക്കൂർ നേരം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ റിമാൻഡ് ആക്കുന്ന പറഞ്ഞിട്ട് ഉള്ളിൽ കൊണ്ടിട്ട് സത്താറിന് നൗഷാദിനെ നിങ്ങളൊരു ധാരണയാക്കും, ഈ ഉമ്മാനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണ്ട, നമുക്കറിയാം പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ ഓര് പറഞ്ഞ ഇത്ര മാത്രം 20 ലക്ഷം കൊടുക്കുമ്പോൾ ഓരോട് പ്രൂഫ് ചോദിക്കും, ഞാൻ കോടതിക്ക് പോകും. ഇത് മാത്രം പറയും. 9 മാസം 6 മാസം വരെ ഒരു പ്രശ്നമില്ല. ഇവനെ ഇപ്പോൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാദിക്കുന്നത് ഞങ്ങളെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതാണ്, ഞങ്ങൾക്ക് അറിയില്ല. 9 മാസമായി ഇവർ താമസിക്കുന്നത്. അവിടെ അയൽവാസികളെല്ലാം ഒരുപാടുണ്ട്. അവിടെ വീടിന്ന് പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ ആളെ വെച്ചിട്ട് അപ്പം വീട് കൂട്ടിയിട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങളെ നരകിക്കുന്നത്. ഇപ്പോൾ ഇതൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് ഫാത്തിമ ഉമ്മ എന്ന് പറയുന്ന ഇവരോടും നൗഷാദ് എന്ന് പറയുന്ന ഇവരോടും അതുപോലെ മറ്റു പലരോടും അത് 2-3 കേസ് ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ സെറ്റിൽമെൻ്റ് ആക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വാങ്ങുക, എന്നിട്ട് അവരെ പൈസ തന്നെ വീട് കെട്ടുക, എന്നിട്ട് അവിടെ വീട്ടിൽ താമസിപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇതിന് പ്രൂഫ് ഉണ്ടോ എന്ന് വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ഈ പാവപ്പെട്ട പ്രതികരിക്കാനൊന്നും പറ്റാത്ത ആൺമക്കളൊന്നും ഇല്ലാത്ത പിന്നെ ഈ ഇടപെടാനൊന്നും കഴിയാത്ത ആളുകളെ നോക്കിയാണ് അവന് വീടൊക്കെ വിൽപ്പന നടത്തുന്നതും
ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് പൊന്ന് വിറ്റിട്ടും കുടുംബക്കാരോട് കടം വാങ്ങിയിട്ടാണ് ഉമ്മ 20 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതുപോലെ നസീറും. അപ്പോൾ ഇതിപ്പോൾ അവൻ പറയുന്നത് പ്രൂഫ് വേണം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഏറ്റവും വലിയ വിഷമമുണ്ടായത്, കാരണം ഈ നൗഷാദും ഗുണ്ടകളും പോയിട്ട് പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തി. അവിടെ ഗർഭിണിയായ മകളുണ്ടായിരുന്നു. ആ ഭീഷണിപ്പെടുത്തിയിട്ട് ആ മകൾ അവിടെ നിന്ന് അലമുറയിട്ട് കരഞ്ഞു. പിന്നെ അബോധാവസ്ഥയുണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അവസാനം ആ കുഞ്ഞ് വയറ്റിൽ നിന്ന് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കാഞ്ഞങ്ങാട് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ഈ പെൺകുട്ടിക്ക് മാനസികമായ ആഘാതം ഏറ്റിട്ടുണ്ട്, അതാണ് ഇത്ര സീരിയസ് പ്രശ്നമായത് എന്നൊക്കെയാണ് കാഞ്ഞങ്ങാട് ഡോക്ടർമാർ പറയുന്നത്. പ്രിയപ്പെട്ട പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉമ്മാടെയും നസീറിൻ്റെ ഉൾപ്പെടെയുള്ളവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇവർക്ക് നഷ്ടപ്പെട്ട വീട് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ഒരു ഇടപെടലുണ്ടാകുകയല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇവർക്ക് മുന്നിലില്ല എന്നുള്ളതാണ്. കാരണം CI വിളിച്ചപ്പോഴും SI വിളിച്ചപ്പോഴും സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് പ്രൂഫ് കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. ഇവരുടെ കയ്യിൽ പ്രൂഫില്ല. ഇവർ 5 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നു. അപ്പം വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ വീട്ടിൽ വെച്ചാണ് 15 ലക്ഷം രൂപ കൊടുക്കുന്നത്. കൊറോണയുടെ ആ ഒരു പ്രഹരമുള്ള ആ ഒരു സമയമായതുകൊണ്ട് സ്റ്റാമ്പ് പേപ്പറില്ല, ഇപ്പോൾ അവിടെ പോയി ഒപ്പിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എഗ്രിമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഇപ്പോൾ അവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർ, ഇവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ ഉമ്മ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊരു വഴിയും ഈ ഉമ്മാക്ക് മുമ്പിലില്ല. ഇനി ഈ പ്രശ്നത്തിനൊന്നും യാതൊരു രീതിയിലുള്ള പരിഹാരവും കാണുന്നില്ല എങ്കിൽ, അതായത് പോലീസും പിന്നെ ബന്ധപ്പെട്ടവരും നൗഷാദും അതുപോലെ സത്താർ ഉൾപ്പെടെയുള്ളവർ ഇതിനൊന്നൊരു പ്രശ്നത്തിന് പരിഹാരം കാണാത്തൊരവസ്ഥയിൽ ഉമ്മ വളരെ വലിയ പ്രയാസത്തിലേക്ക് പോകും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വിപുലമായ ജനകീയ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ആരൊക്കെയാണോ ഈ പൈസയുമായി ഇടപാട് നടത്തിയിട്ടുള്ളത്, അതിൻ്റെ ഇടനിലക്കാർ, അതിൻ്റെ പാർട്ട്ണർമാർ, അതുമായി ബന്ധപ്പെട്ടവർ, ഇവരുടെ പണം ബിനാമിയായി സംരക്ഷിക്കപ്പെടുന്നൊരു കൂട്ടർ വേറെയുണ്ട്. കാരണം ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കുമ്പോൾ അത് കുടുംബക്കാരുടെ പേരിലൊക്കെയാണ് അവരത് നിക്ഷേപിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അങ്ങനെ ഇവർ ഇടനിലക്കാരായും ഇവരുടെ പണം സംരക്ഷിക്കുന്ന ബിനാമികളായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വിപുലീകരിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും മാർച്ച് ചെയ്യുകയും അതുപോലെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ആഗ്രഹമില്ല, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം നമുക്കില്ല. പക്ഷേ ആ ഒരു സാഹചര്യം അല്ലാണ്ട് വേറൊരു വഴി ഇവർക്ക് മുമ്പിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർ, ഈ പാവപ്പെട്ട ഉമ്മാക്ക് അതുപോലെ നിസാറിന് എങ്ങനെയെങ്കിലും നിങ്ങളുടേതായ ഒരു ഇടപെടൽ എങ്ങനെയാണോ ആ രീതിയിൽ ഇടപെട്ടുകൊണ്ടുള്ള ഇവർക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.